അർജുൻ്റെ ഫാമിലി ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. അതിൽ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അർജുൻ്റെ ബോഡി കിട്ടാൻ അവർ കുറേ പാടുപെട്ടിട്ടുണ്ട്, ആ കാര്യം പറയുന്നുണ്ട്. പിന്നെ കുറേ മനാഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. അർജുനെ എല്ലാവർക്കും അറിയാമല്ലോ, കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായതാണ്. 72ാമത്തെ ദിവസമാണ് ബോഡി കിട്ടുന്നത്. അതിൽ കേരള ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ്, മീഡിയാസ്, പിന്നെ അർജുൻ്റെ ഫാമിലി, മനാഫ് എല്ലാവരും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അർജുൻ്റെ ബോഡി കിട്ടാൻ അവിടെ മുങ്ങൽ വിദഗ്ധർ ആ വെള്ളത്തിൽ താന്ന് നോക്കിയിരുന്നു. അപ്പോഴേ അവർ പറഞ്ഞത് യന്ത്രം ഉപയോഗിച്ചേ ഇത് നോക്കാൻ പറ്റത്തുള്ളൂ, വെള്ളത്തിൽ ഭയങ്കര അടിയൊഴുക്കാണ്. അത് കഴിഞ്ഞ പിന്നെ അർജുൻ്റെ ഫാമിലി യന്ത്രം കൊടുക്കുന്ന അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 1 കോടി രൂപ ചിലവാകും. അങ്ങനെ കർണാടക ഗവൺമെൻറ്റോട് പറഞ്ഞു. പക്ഷേ 1 കോടി എന്ന് കേട്ടപ്പം പിന്നെ അവരൊന്നും കൂടുതൽ പറഞ്ഞില്ല. പിന്നെ കേരള ഗവൺമെൻറ്റും അത് സംസാരിച്ചു. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടാണ് അവിടെ ടെൻഡറൊക്കെ കൊണ്ടുവന്നത്. ആ ക്രെഡിറ്റ് ഒക്കെ മനാഫ് കൊണ്ടുപോയി എന്നാണ് അവർ പറയുന്നത്. ഇവർ ആദ്യമേ പറഞ്ഞു ഇവർക്കൊരു ക്രെഡിറ്റും വേണ്ടെന്ന്. പിന്നെ ഇവർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? പക്ഷെ മനാഫ് പറയുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു ക്രെഡിറ്റും വേണ്ട. ആ രീതിയിൽ മനാഫ് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്നുണ്ട്, അർജുൻ്റെ ഫാമിലി പറയുന്നുണ്ട്, അർജുന് 75,000 സാലറി കൊടുത്തിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്രയും സാലറി കിട്ടിയായിട്ട് യാതൊരു അറിവുമില്ല. എന്നിട്ട് മനാഫ് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അർജുൻ ഇത് മൊത്തം ഫാമിലിക്ക് ചിലവാക്കുന്നുണ്ട്. ഫീസ് കൊടുക്കാനും അവരോരോ കാര്യത്തിനും, കറണ്ട് ബില്ലും കുട്ടിയുടെ അസുഖത്തിനും ഒക്കെ ചിലവാക്കി കഴിയുമ്പം, 1 മാസം കഴിയുമ്പം ഈ സാലറി കിട്ടി കഴിയുമ്പോൾ ഒന്നും അർജുൻ്റെ കയ്യിൽ കാണത്തില്ല. ആ ഒരിതിൽ അർജുൻ്റെ ഫാമിലി പറയുന്നുണ്ട് മനാഫിൻ്റെ ഇങ്ങനെ പറയുന്ന തെറ്റാണ്. അത്രയും സാലറിയും കിട്ടിയിട്ടില്ല, അതുപോലെ ഇങ്ങനെയൊന്നും പറഞ്ഞ് നടക്കേണ്ട ഒരാവശ്യവുമില്ല. ഫാമിലിക്ക് ഇത് തികയുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരാവശ്യമില്ലെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അവർക്ക് അതുപോലെ മനാഫ് യൂട്യൂബ് ചാനലിൽ ഓരോ ലൈവും അല്ലാത്തയൊക്കെ വീഡിയോസ് എടുത്ത് ഇട്ടിട്ട് അത്രയും പേര് കാണുന്നുണ്ട്, ഇത്രയും പേര് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി, വ്യൂസ് കൂട്ടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനാഫ് പറയുന്നത് യൂട്യൂബ് ചാനലിൽ ലൈവൊക്കെ പോകുന്നത് ഈ അർജുൻ്റെ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു, വേറൊന്നിനുമല്ല. പറയുന്നുണ്ട് ഓരോ മനാഫിന് അർജുൻ്റെ പേര് പറഞ്ഞ് കുറേ കാശുകൾ മനാഫിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതും മനാഫ് വിസമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാറഞ്ച് സ്ക്വയറിൻ്റെ അവിടെ മനാഫ് ഒന്ന് നിൽക്കാം, ആളുകൾ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്നാണ് പറയുന്നത്. ഇത് മൊത്തം കള്ളമെന്നാണ് മനാഫ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം കാശ് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ ഫാമിലിക്ക് ഒരുപാട് സൈബർ ആക്രമണം ഇപ്പം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് മനാഫുകാരൻ. അതുപോലെ മനാഫ് പറഞ്ഞു അർജുൻ്റെ കുട്ടിയെ ഒരു 4ാമത്തെ കുട്ടിയായിട്ട് വളർത്താമെന്ന് പറഞ്ഞു. അതൊക്കെ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്നാണ് അർജുൻ്റെ ഫാമിലി ചോദിക്കുന്നത്. അവർക്ക് അതിൻ്റെയൊക്കെ ഒരാവശ്യമില്ല. അത് കേട്ട് അർജുൻ്റെ വൈഫ് ഒരുപാട് വിഷമിച്ചു, കരഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഓരോയിടത്തും പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പം ആളുകൾ ഇവർക്ക് വേണ്ടി അർജുൻ ചിലവാക്കിയിട്ടാണ് കാശ് മൊത്തം ഇല്ലാതാവുന്നതിലുള്ള രീതിയിലാണ് പുറത്ത് പ്രചരിക്കുന്നത്. അതിവർക്ക് ഒരു നാണക്കേടാണ്. ഇവർക്ക് വേണ്ടി ആരെയൊന്നും പൈസ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഓരോ ആൾക്കും ജോലിയുണ്ട്, അവർക്ക് ജീവിക്കാൻ അറിയാം. അതുപോലെ അർജുൻ്റെ വൈഫിന് ജോലി കേരള ഗവൺമെൻറ് കൊടുത്തു, മറ്റുള്ളവർക്കും ഒക്കെ ജോലിയുണ്ട്. അതുകൊണ്ട് അവർക്ക് പുറത്ത് ഒരു ഫണ്ടിൻ്റെയും ആവശ്യമില്ല. പിന്നെ മനാഫ് എല്ലാ ക്രെഡിറ്റും കൊണ്ടുപോകാനുള്ള രീതിയാണ് അവർക്ക് അർജുൻ്റെ ഫാമിലി പറഞ്ഞു വരുന്നത്. എന്തായാലും മനാഫ് ഈ 75,000 അവർക്ക് തികയുന്നില്ല, അതൊന്നും പറയേണ്ടായിരുന്നു. പുറത്ത് ഇത്രയും സാലറി കൊടുക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇവർക്ക് തികയുന്നില്ല, ഇതാണ്. അത് മനാഫിൻ്റെ ഒരു തെറ്റ് സംഭവിച്ചാണ്. അതൊന്നും പുറത്ത് പറയേണ്ടായിരുന്നു. അതുപോലെ അർജുൻ്റെ ഫാമിലിക്കും മനാഫിൻ്റെ ഫാമിലി രണ്ടുപേരും ഉള്ള ഒരു പേഴ്സണലി പറഞ്ഞ് തീർക്കാനുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അത് മീഡിയയിൽ കൊണ്ടുവന്നു. അതിൻ്റെ ഒരു കാര്യങ്ങളുമില്ല. നമ്മളൊരു പ്രശ്നം 2 ഫാമിലിയിലുണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞ് തീർക്കേണ്ട കാര്യമാണ്. പക്ഷേ പ്രശ്നം വഷളായി, അത് മീഡിയാസിൽ എത്തിപ്പോയി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പുറത്ത് പറയാൻ പാടുള്ളൂ ആരായാലും. പക്ഷേ
ഇങ്ങോട്ടുമുള്ള ക്ലാഷ് കാരണം അവർക്കെല്ലാം മീഡിയയിൽ വന്ന് പറയേണ്ടി വന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ ചാനലിൽ മുമ്പോട്ട് പോകണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ വരെ ഓൾ പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.